ഇമോഷണൽ സ്റ്റുവർഷിപ്പ് ഓർ നാർസിസിസം. കുടുംബം ഒരു വൈകാരികമായ കാര്യവിചാരകത്വമാണോ അതോ സ്വസ്നേഹമാണോ, സ്വയ താല്പര്യങ്ങളാണോ? ഞാൻ ആ വാക്കൊന്ന് അടിവരയിട്ടെ നിങ്ങളുടെ അരികിൽ. എന്തുവാ? ഇമോഷണൽ സ്റ്റുവർഷിപ്പ്, വൈകാരികമായ കാര്യവിചാരകത്വമാണ് ഇന്ന് ഭവനം പാലിക്കേണ്ട അതിശ്രദ്ധേയമായൊരു വാക്ക്. എന്തുവാ ഈ വൈകാരികമായ കാര്യവിചാരകത്വം എന്ന് അല്പം കൂടെ ലളിതമായി ഞാൻ പറയാം. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് 3 വികാരങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ മനഃശാസ്ത്രം പഠിച്ചവരും കൗൺസിലിംഗ് പഠിച്ചവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പറയും ആ വാക്കുകൾ: ഗ്ലാഡ്, സാഡ്, മാഡ്. എന്തുവാ? ഗ്ലാഡ്, സാഡ്, മാഡ്. സിമ്പിൾ ആണ്. എന്താ ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ? എന്തോ? സന്തോഷം. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. മാഡ് എന്ന് പറഞ്ഞാലോ? അത്രയില്ല, ദുഃഖം വരെ പോകേണ്ട അവസ്ഥയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്ന ഭ്രാന്തികൾ, ചെറിയ അസ്വസ്ഥതകളൊക്കെ വീട്ടിലുണ്ടാകും. ഈ 3 വികാരങ്ങളെയും ദൈവം നമുക്ക് ഭവനത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ വാക്ക് അതിനോട് ചേർത്ത് പറയാൻ ഞാൻ. All gladness should be celebrated. എന്താ? എല്ലാ സന്തോഷങ്ങളെയും ആഘോഷമാക്കേണ്ട ഇടമാണ് വീട്. ഞാനൊരു വാക്കൂടെ പറയട്ടെ: കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ആഘോഷമാക്കുന്ന ഇടമാണ് ഭവനം. ദൈവം നമ്പുരാൻ നമുക്കൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയാണ് തന്നിരിക്കുന്നത്, അല്ലേ? പണ്ട് വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? വൈകിട്ടത്തെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു ഭക്ഷണവും കഴിഞ്ഞ് 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ അന്യോന്യം മുഖത്ത് നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. വലിയ ഭക്ഷണമേശയൊന്നും ആയിരുന്നില്ലെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആഘോഷിക്കുന്ന വീടുകളായിരുന്നു നമ്മുടെ വീടുകൾ. സെലിബ്രേറ്റ് ഓൾ ഗ്ലാഡ്നെസ്. 2, റിസീവ് ഓൾ സാഡ്നെസ്. വീടിന്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുണ്ട്. എപ്പോഴും ഉണ്ടാകാം, ഏതവസ്ഥയിലും ഉണ്ടാകാം. അതിനെ എന്തോ ചെയ്യണം? എല്ലാ ദുഃഖങ്ങളെയും പരിഹരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും ചിലതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വീട് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന എവിടെയാണെന്നറിയാമോ? സങ്കടപ്പെട്ട ഒരാളിരുന്നാൽ അരികിൽ നിൽക്കാൻ ആളില്ല. ഒരാളുടെ മുഖം വാടിയിരുന്നാൽ ചേർന്ന് നിൽക്കുവാൻ ആളില്ല. കരയണ്ട എന്ന് പറയുവാൻ വീട്ടിൽ ആളില്ലാതെ പോകുന്നു. സങ്കടങ്ങളെ സ്വീകരിക്കാൻ 2 കരം നമുക്കുണ്ടാകണം. 3, വീടിന്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ഭവനത്തിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കാം? അസ്വസ്ഥതകൾ ഉണ്ടാകാം, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, വികാര വിസ്ഫോടനങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം സംഭവിക്കാം. അവിടെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തോ ചെയ്യണം? റെസ്പെക്റ്റ്. എന്തോ ചെയ്യണം? ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ അല്പസ്വല്പം പ്രയാസമൊക്കെ ഉണ്ടാകുന്നവരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു വാക്ക്. 3 വികാരങ്ങളാണ് വീട്ടിൽ. എന്ത്? സെലിബ്രേറ്റ് ഓൾ ഗ്ലാഡ്നെസ്, റിസീവ് ഓൾ സാഡ്നെസ് ആൻഡ് റെസ്പെക്ട് ഓൾ മാഡ്നെസ്. ഇവിടെ ഒരു വാക്ക് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വീടിന്റെ തകർച്ച എവിടെയെന്നറിയാമോ? 2 വാക്ക് ഞാൻ അടിവരയിടുകയാണ്. വീടിന്റെ തകർച്ച, വികാരങ്ങൾ മരിച്ചു പോകുന്നു. ഇമോഷണൽ ഡെഡ്നെസ് കോസസ് ഫാമിലി പ്രോബ്ലം. ഒരുമിച്ച് ആഘോഷിക്കാനും ഒരുമിച്ച് സന്തോഷിക്കാനും ഒരുമിച്ചിരിക്കുവാനും വീട്ടിൽ ആളില്ലെന്നല്ല, താല്പര്യമില്ല. സമയമില്ലാത്തതുകൊണ്ടല്ല, താല്പര്യമില്ല. അതുകൊണ്ട് വീടിന് എന്ത് സംഭവിക്കാന്നറിയാമോ? വീട് എങ്ങോട്ട് പോകുന്നു? ഇന്ന് വീട് നേരിടുന്ന ഏറ്റവും ശക്തമായ വെല്ലുവിളി
ലോൺലി സെലിബ്രേഷൻസ്. വീടിന്റെ ഒറ്റയ്ക്കുള്ള ആഘോഷങ്ങൾ അമിതമായി വർദ്ധിക്കുകയാണ്.